ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ നമ്മുടെ വീട്ടിൽ വല്യമ്മയും അമ്മമ്മയും ചേച്ചിയും അനിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ചേച്ചിയും കൂടെ ഒരു തട്ടിക്കൂട്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ആദ്യം തന്നെ ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ജീരകം ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അത് നന്നായി വാടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് സവോളയും പിന്നെ ഒരു 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സവോളയൊക്കെ നന്നായി വാടി കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു തക്കാളി പേസ്റ്റ് ആക്കിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വാട്ടിയതിന് ശേഷം നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതിയാകും. എന്നിട്ടത് പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. വേവിച്ച് വെച്ചിരുന്ന ചെമ്മീനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെമ്മീനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സാധാ ദം ചെയ്യണ പോലെ ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് റൈസ് ഇട്ട് മുകളിൽ കുറച്ച് ചെമ്മീൻ മസാലയൊക്കെ ഇട്ട് പിന്നെയും കുറച്ചും കൂടെ റൈസൊക്കെ ഇട്ട് പിന്നെയും മസാലയൊക്കെ ഇട്ട് കുറച്ച് നെയ്യൊക്കെ മുകളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം വെച്ചിട്ട് കഴിക്കണതായിരിക്കും നല്ലത്. നമ്മൾ പെട്ടെന്ന് കഴിക്കാനുള്ളത് കൊണ്ട് അപ്പം തന്നെ എടുത്തിട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി. പിന്നെ ചെമ്മീൻ കുറച്ച് ഫ്രൈ ഒക്കെ ചെയ്തിടുവാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ തോന്നിയാൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.